ഒരു വലിയ സോറി പറഞ്ഞ് തുടങ്ങുകയാണ് ഈ ഒരു വീഡിയോ. കഴിഞ്ഞൊരു 3 വർഷത്തിൽ കൂടുതലായിട്ട് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഒരു ദിവസം പോലും ഞാൻ വീഡിയോ ഇടാതിരുന്നിട്ടില്ല. ബട്ട് യെസ്റ്റർഡേ ഇറ്റ് ഹാപ്പൻഡ്. വൈ? ബിക്കോസ് ഓഫ് ക്രിക്കറ്റ്. ബിഗ് ബോസിൻ്റെ ക്രിക്കറ്റ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ക്രിയേറ്റേഴ്സ് ലീഗ്. ഞാൻ ഈ ക്രിക്കറ്റിൽ എൻ്റെ ഏറ്റവും വലിയ പാഷൻ, എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമാണ് ക്രിക്കറ്റ്. ലൈഫിൽ ക്രിക്കറ്റർ ആവണമെന്നും വലിയ സ്റ്റേഡിയത്തിൽ നിൽക്കണമെന്നും ഇന്ത്യക്ക് കളിക്കണമെന്നും IPL കളിക്കണം എന്നൊക്കെ ആഗ്രഹത്തിലാണ് ചെറുപ്പം മുതലേ ചേട്ടന്മാരൊപ്പം ക്രിക്കറ്റ് കളിച്ചു തുടങ്ങി. പ്രൊഫഷണൽ ക്രിക്കറ്റ് കുറേ കാലം കളിച്ചു, അത് ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്നു. ദെൻ ഈ വീഡിയോ പരിപാടികളൊക്കെ തുടങ്ങിയപ്പോൾ അത് സൈഡായി. പക്ഷേ ഇപ്പോൾ കുറേ വഴികളിലൂടെ ആ ക്രിക്കറ്റ് തിരിച്ചിട്ട് ലൈഫിലേക്ക് വരുമ്പോൾ ഐ എം വെരി ഹാപ്പി. എൻ്റെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഞാൻ വീഡിയോ ഇടാതിരിക്കാറ്. സോ യെസ്റ്റർഡേ വാസ് എ ഡേ ലൈക്ക് ദാറ്റ്. ലൈക്ക് ഞാൻ ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു ക്രിക്കറ്റിൽ. ഓക്കെ, ഞാൻ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ഞാൻ കളിച്ച ടീം കപ്പടിച്ചു, അത് ബിഗ് ബോസിൻ്റെ ഇതിൽ. എഗെയിൻ ഇന്ന് കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ KCCയിൽ നടന്നു. മലപ്പുറം ടീമിൻ്റെ ഐക്കണും ക്യാപ്റ്റനൊക്കെ ആയിരുന്നു ഞാൻ. ഞങ്ങൾ 2 മാച്ച് കളിച്ചു, 2ഉം ജയിച്ചു. വി ആർ ഇൻ ടു ദ ഫൈനൽസ്. സോ ഇപ്പോൾ നോക്കി ഞാൻ ക്രിക്കറ്റ് ജേഴ്സിയിലാണ്. ഞാൻ ജസ്റ്റ് വന്ന് കയറുന്നുള്ളൂ ഫ്ലാറ്റിൽ. സോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതെ ഫോർ ദ ഫസ്റ്റ് ടൈം ഈ 3.5 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, ആ സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആൻഡ് ഞാൻ ഭയങ്കര വലിയ ഓക്കെയാണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു സ്ട്രെസ്സ് പോയി എൻ്റെ. അപ്പോൾ എനിക്ക് വീഡിയോ ഇടാതിരുന്നാലും വലിയ സീനൊന്നുമില്ല. ഐ എം വെരി ഓക്കെ വിത്ത് ഇറ്റ്. അപ്പോൾ എന്താണെങ്കിലും ഇനി തിരിച്ചൊരു വീഡിയോ ഒരു ദിവസം കഴിഞ്ഞിടുമ്പോൾ ഈ ടോപ്പിക്ക് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. വിജയ്, തലപ്പതി വിജയ്, അല്ല, തമിഴ്നാട് CM വിജയ്, ചീഫ് മിനിസ്റ്റർ വിജയ്. എൻ്റെ മോനെ എന്തെന്നാണ് നടന്നേ? സിനിമയാണ് എന്നല്ല നമ്മൾ കണ്ടത്. ഒരു രക്ഷയില്ല. ഞാൻ ഈ വെച്ച ഐറ്റം നിങ്ങൾ നോക്ക്. സത്യത്തിൽ ഇന്നലെ ഞാൻ കളീനിടയിലും ക്രിക്കറ്റിനിടയിലും, ഇത്ര ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റിനിടയിലും ഞാൻ ഈ ചെങ്ങായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കാണാൻ വേണ്ടി ഫോൺ എടുത്തിരിക്കുകയായിരുന്നു. ആ വലിയ സ്ക്രീനിൽ ഇത് നെട്ടി വരുമെന്ന് പറയാൻ അവിടെ ഇരിക്കുന്ന ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്കോർ ഡിസ്പ്ലേ ചെയ്യുന്നത്. പക്ഷെ ലിറ്ററലി ബാഹുബലി സീൻ കണ്ട പോലെ പോയി. ബാഹുബലി ഒന്ന് ഞാൻ അമരേന്ദ്ര ബാഹുബലി എന്നൊക്കെ പറയുന്ന പോലെ വേറെ ലെവൽ ഒന്നും പറയാനില്ല. ഞാൻ ഭയങ്കര റിഗ്രറ്റ് ചെയ്യാണ്. ഞാൻ ഇയാളെ ഭയങ്കര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇയാളുടെ പൊളിറ്റിക്സിനെ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഒരു രക്ഷയില്ല, വേറെ റേഞ്ച് ഐറ്റം. അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഗൂസ് ബംസാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് ഗൂസ് ബംസാണ് നമുക്ക് എല്ലാവർക്കും തന്നത്. അത് കഴിഞ്ഞിട്ടൊരു 10-18 മിനിറ്റ് സ്പീച്ച്, അതിലും വലിയ കത്തൽ, ഒരു രക്ഷയില്ലാത്ത ഐറ്റം. പിന്നെ തൃഷ വന്നതും പോയതൊക്കെ കുറച്ച് വിവാദമായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തമിഴ് തായ് വാഴ്ത്ത്, അത് അവിടുത്തെ തമിഴന്മാർ, അത് നിങ്ങൾക്കറിയാം. തമിഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ രാജ്യസ്നേഹത്തിനേക്കാൾ കൂടുതൽ അവരുടെ നാടിനെ സ്നേഹിക്കുന്ന ഒരു തരം കൂട്ടരാണ്. രാജ്യസ്നേഹം, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിനോടുള്ള സ്നേഹവും തമിഴിനോടുള്ളൊരു സ്നേഹം ചോദിച്ചാൽ തമിഴിന് എപ്പോഴും തമിഴ് മണ്ണിനോടുള്ള സ്നേഹമാണ് ആദ്യം പറയുക, എന്നിട്ടാണ് അവർ രാജ്യസ്നേഹം ഇന്ത്യ എന്ന് പറയുക. അപ്പം അങ്ങനത്തെ ഒരു മണ്ണിൽ നാഷണൽ ആന്തം ആദ്യം ഇത് നമ്മുടെ വന്ദേ മാതരം പാടി. അതിനുശേഷം നമ്മൾ കേട്ടത് നാഷണൽ ആന്തമാണ്. അതിന് ശേഷമാണ് തമിഴ് തായ് വാഴ്ത്തുപാട്ട് എന്ന് പറഞ്ഞുള്ള കാര്യം വന്നത്. വിജയ് ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ ഇഷ്യൂസ് തന്നെ ആയിരിക്കും. മുന്നോട്ട് ഇനി വിജയ് എന്ത് ചെയ്താലും അതിൽ കുറ്റം കാണാൻ ഒരുപാട് കണ്ണുകളുണ്ടാവും. ഓക്കെ, പക്ഷേ വിജയ് അങ്ങനെ വെറുതെ അങ്ങോട്ട് വന്നു പോകാൻ ഉള്ള ഒരാളല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം വിജയുടെ പാർട്ടിയിൽ ഈ പറഞ്ഞ 108 MLA-മാരിൽ 6 PhD ഹോൾഡേഴ്സ് ഉണ്ട്, 5 ITI എൻജിനീയേഴ്സ് ഉണ്ട്, 8 ഡോക്ടർമാരുണ്ട്, 40 എൻജിനീയർമാരും വക്കീലന്മാരും, 25 PG 25 ഡിഗ്രി ഹോൾഡേഴ്സും ഉണ്ട്. നിലവിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിദ്യാഭ്യാസമായി ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുള്ള ടീം വിജയുടെ കൂടെയാണ്. തമിഴ് മണ്ണിലാണുള്ളത്, ആ ഗവൺമെൻറ്റിലാണുള്ളത്. അതൊരു വലിയ സംഭവമാണ്. ഓക്കെ കുറേ പേരൊക്കെ ഉണ്ട്, മറ്റേ എന്താ പറയുക, ഓട്ടോ ഓടിക്കുന്നവരും ബസ് ഓടിക്കുന്നവരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർ. ബട്ട് അവരൊക്കെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡും ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു ഭീകര അറിവായിപ്പോയി. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത് കേട്ടപ്പോൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇനി തമിഴ് മണ്ണിന് ഒരുപാട് ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളായിട്ട് മാറട്ടെ. വിജയ് എന്ന് പറഞ്ഞാൽ, പിന്നെ ഞാൻ വിജയിൻ്റെ പാർട്ടിക്ക് കണ്ട ഏറ്റവും വലിയ ഗുണം എന്താ അറിയോ? വിജയിൻ്റെ പാർട്ടിക്ക് ഹൈക്കമാൻഡും ഇല്ല, ലോ കമാൻഡും ഇല്ല, മിഡിൽ കമാൻഡും ഇല്ല.
എല്ലാ കമൻറ്റും ഉള്ളത് അവരുടെ ഒരൊറ്റ പാർട്ടി ഓഫീസ്, അതിൽ വിജയ്, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കാനൊന്നും അവിടെ ഇവിടെയും പോയി നോക്കി വരേണ്ട കാര്യങ്ങളൊന്നും കാണില്ല. വളരും, പാർട്ടി വളരും. അപ്പോൾ പിന്നെ ഓരോ കമാൻഡുകൾ വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് വിജയ് 2 സ്ഥലത്താണല്ലോ മത്സരിച്ചത്. അപ്പോൾ ഓബിയസ്ലി ഒരു സ്ഥലം അവിടുന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ പേരമ്പൂരിൽ തുടരും ആൻഡ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് സീറ്റിൽ നിന്ന് വിജയ് മാറിയിട്ട് അവിടെ വേറൊരാളെ മത്സരിപ്പിക്കും. അവിടെ തൃശ മത്സരിക്കുമോ? ഇതിനിടയിൽ വേറെ കുറേ സീനുകളുണ്ടായിരുന്നു കേട്ടോ. അതായത് വിജയുടെ ഫാമിലി, ഓബിയസ്ലി ഭാര്യ, മകൻ, മദേഴ്സ് ഡേക്ക് മകനിട്ട പോസ്റ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്യാവശ്യം ചർച്ചയായിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ അയാളുടെ പേഴ്സണൽ ലൈഫ്. പിന്നെ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട് പൊളിറ്റിക്സിൽ ഇതേ സ്ക്രിപ്റ്റ് നമ്മളിതിന് മുമ്പും കണ്ടതാണ്. MGR, ജയലളിത കൈൻഡ് ഓഫ് തിങ്സ്. ഇനി അങ്ങനെ വല്ല, കാരണം ഇയാളുടെ ലൈഫിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. വിജയുടെ കാര്യത്തിൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളിത് എത്ര വർഷമായി പ്രിപ്പയർ ചെയ്തതാന്നുള്ളത് ഞാൻ ആകെ അന്തം വിട്ടത്. ഞാനിവിടെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം, എഗെയിൻ പഴയൊരു വീഡിയോ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. ഇതിനകത്ത് ഇങ്ങനെ പറയുന്ന ആ ഒരു സാധനം, ഒരു മാനിഫെസ്റ്റേഷനിൽ എനിക്കങ്ങനെ വിശ്വാസമൊന്നുമില്ല. ബട്ട് ഇതെന്തോന്നാണ് ഇത് ഐറ്റം ഒന്ന് കേട്ടു നോക്കി. இன் ஃபியூச்சர் எனக்கு சும்மா மைண்டில் இருக்கிற சில விஷயங்கள் ஓப்பனாக அவங்கக்கிட்ட ஷேர் பண்ணிக்கிறேன். இது எப்போ நடக்கும் ஏதுன்னெலாம் எனக்கு தெரியாது. சும்மா ஒரு உங்ககிட்ட ஷேர் பண்ணிக்கணும்னு ஆசைப்பட்றேன். இன் ஃபியூச்சர் தமிழ் மக்களுக்கும் உலக தமிழர்களுக்கும் ஒரு நல்லது நடக்குதுன்னா கண்டிப்பாக நான் களத்தில் இறங்கி அவங்களுக்காக பாடுபடுவேன். இன்னைக்கு தான் நல்லா இருக்கிறதுக்கு காரணம் அந்த தமிழர்கள் தான். കേട്ടോ, പ്ലാൻ പണ്ണാം. പക്ഷെ പ്ലാൻ ഇவ்வளோ വർഷമായിട്ട് പ്ലാൻ പണിട്ടിരിക്കുന്നു കേൾക്കുമ്പോൾ ഞെട്ടലാണ് സത്യത്തിൽ. ഇത് പ്ലാൻ ഇതിൽ പറയാൻ പറ്റില്ല. ദിസ് ഈസ് എൻ എക്സ്ട്രാ ഓർഡിനറി എക്സിക്യൂഷൻ ഓഫ് യുവർ വിൽ പവർ എന്നാണ് പറയാനുള്ളത്. അതാണ് അതിൻ്റെ കറക്റ്റ്. ഒരു മനുഷ്യനൊരു സംഗതി വേണം തോന്നുകയാണ്, അയാളുടെ വിൽ പവർ ഒരു തരം ഈഗോയിലെത്തുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ ഫാക്ടറിലേക്ക്, പൊളിറ്റിക്സ് ആൻഡ് CM വേറെ ലെവൽ ഐറ്റം. അതുകൊണ്ട് തന്നെ ഇയാൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, ഇയാൾ ഭരിക്കും. ഓപ്പോസിറ്റ് സ്റ്റാലിൻ ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആര് നിന്നോട്ടെ, ഹീ ക്യാൻ ഡെലിവർ. അപ്പോൾ ഇന്നലത്തെ സ്പീച്ച് നമുക്ക് 1-2 കാര്യങ്ങൾ എടുത്ത് നോക്കാം. சினிமாவில் எப்படியாவது கஷ்டப்பட்டு வெற்றி அடையணும்னு இருந்த ஒரு சாதாரண அசிஸ்டன்ட் டைரக்டருக்கு பிறந்த ஒரு பிள்ளையா எனக்கும் வாழ்க்கையில வறுமைனா என்னன்னு எனக்கு நல்லாவே தெரியும், பசினா என்னன்னு எனக்கு நல்லாவே தெரியும். நான் ஒன்றும் பெரிய மன்னர் பரம்பரையிலிருந்தெல்லாம் வந்துடல. உங்களை மாதிரி தான், உங்களில் ஒருத்த மாதிரி தான், உங்க குடும்பத்தில் ஒருத்த மாதிரி தான், உங்க புள்ள மாதிரி தான், உங்க மகன் மாதிரி தான், உங்க அண்ணன் மாதிரி தான், உங்க தம்பி மாதிரி தான். நீங்களும் என்ன அப்படி நினைச்சதுனால தான் சினிமாவில் எனக்கு ஒரு மிகப்பெரிய ஒரு இடத்த ஒன்று கொடுத்தீங்க. அதையெல்லாம் விட்டுட்டு உங்களுக்காக நன்றி கடன் செலுத்துறதுக்காக அரசியலுக்கு வந்த உங்க விஜய, இந்த விஜய, நீ வா விஜய், நாங்களா இருக்கோம், பாத்துக்கிறோம். விஜய் தம்பி நீ வா, நாங்க இருக்கோம். விஜய் தம்பி நீ வா, நாங்க இருக்கோம். அண்ணா நீ வாடா, நாங்களா இருக்கோம். நண்பா നീ വാ നന്മ, നാങ്ങളാ ഇരിക്കോന്ന് ചൊല്ലി. എൻ്റെ മോനെ, ഇയാൾ ഡ്രസ്സിനെ കുറിച്ച് കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടായിട്ട് ഈ കോട്ടും സൂട്ടിനെ കുറിച്ചും. ബീസ്റ്റ് സിനിമയിലെ കോട്ടും സൂട്ടുമാണ് ഇപ്പോൾ അത് തമിഴ് രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം ഇയാൾ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് നടന്നിട്ട്, അല്ലെങ്കിൽ വെള്ളയും ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് നടന്നിട്ട് ഇപ്പോൾ കോട്ടും സൂട്ടൊക്കെ ആണോ എന്ന് ചോദിക്കുന്നവരോട് അത് ഈ രാഷ്ട്രീയത്തിൽ ഞാൻ ഇതിന് മുന്നേ ഒരു കണ്ടന്റ് ചെയ്തപ്പോൾ പറയണ്ടായിരുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ആളായ ഇന്ന ഡ്രസ് കോഡ് ഇടാൻ പാടുന്നൊന്നുമില്ലല്ലോ. അയാൾ ജെന്റിൽമാൻ ലുക്കാണ് ഇതിനകത്ത്. അയാളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താ പ്രശ്നമാണ്? ഈ വരട്ടെ, എല്ലാ നാട്ടിലും അങ്ങനെ വരട്ടെ. അല്ലാതെ പാർട്ടീൻ്റെ സ്റ്റാമ്പ് പതിപ്പിച്ച പോലത്തെ ഡ്രസ്സിങ്ങുമായിട്ട് ഇങ്ങനെ നാട്ടിൽ നടക്കണം. പണ്ടത്തെ വൈറ്റ് ഇട്ട് പോക്കറ്റിനകത്ത് ഗാന്ധിനെയും കാട്ടി പുറത്ത് കാട്ടി നടക്കണം എല്ലാവരും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒരു ചേഞ്ചാണ്, ഒരു ഫേസ് ചേഞ്ചാണ്. പൊളിറ്റിക്സിൻ്റെ ഒരു മുഖം മാറുന്നതാണ് ഈ കാണുന്നത്. ഇത് നിങ്ങൾ ആലോചിക്കും, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മണ്ണിൽ ഇങ്ങനത്തെ ഒരു ചേഞ്ച് ആരെങ്കിലും
ഇമാജിനേഷനിൽ പോലും ഡ്രീമിൽ പോലും ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഇപ്പം ഞാനടക്കം സത്യത്തിൽ പറയാം, സീരിയസ്ലി ഞെട്ടിയിട്ട് പിന്നെ ഇപ്പോഴാണ് റിയലൈസ് ചെയ്തിട്ട് മാറുന്നത്. ഓക്കെ, ദിസ് ക്യാൻ ഹാപ്പൻ. ഇത് ഹാപ്പൻഡ് ഓൾറെഡി, നടന്നു. ഇനി ഇതെങ്ങനെ നടന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇയാളുടെ ഒരു മനുഷ്യൻ്റെ ലൈഫ് മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് രാഷ്ട്രീയത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. മാഡ് എന്നേ പറയാനുള്ളൂ, ഭ്രാന്താണ് ഈ മനുഷ്യന്. ഇപ്പം വിജയ്ക്ക് ഞാൻ വീണ്ടും ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച്, വിജയ്ക്ക് എന്ത് ലാഭം? ആകെ ഒരു ലാഭം ഞാൻ ഇതിൽ വിജയിൻ്റെ കാണുന്നത്, വെൻ പവർ കംസ് ടു യു, അതൊരു വേറെ കിക്കാണ്. മനസ്സിലായോ? ഇഫ് യു ആർ ഇൻ എ പവർ പൊസിഷൻ, ഈ പവർ പൊസിഷൻ പലതുകൊണ്ട് കിട്ടാം. പണം കൊണ്ടൊരു പവർ പൊസിഷനിൽ വരാം, നമുക്ക് ഫിസിക്കലി നമ്മളൊരു പവർ പൊസിഷനിലേക്ക് നമ്മളെത്താം, മെൻ്റലി നമ്മളൊരു പവർ പൊസിഷനിലേക്ക് എത്താം. പക്ഷെ അവിടെയൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നീ ഒന്ന് ഒരു നാടിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് വരുമ്പോൾ അയാളുടെ ഒരു പവർ പൊസിഷൻ എന്താണെന്നുള്ളത്, വെൻ പൊളിറ്റിക്കൽ പവർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പവർ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മണി മസിൽ പവറൊക്കെ ആഡാവും. മനസ്സിലായോ? ഒരു നാടിൻ്റെ ആ ഒരു പവർ, ആ നാടിൻ്റെ പവർ, ആ ഒരു സാധനം ഇടയത്, അത് കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ആ ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ്, അച്ഛൻ, ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അയാൾ ഇട്ട ആ ഒരു വിൽ പവർ ഉണ്ടല്ലോ, അയാൾ എനിക്ക് തോന്നുന്നു അതാണ് അയാളുടെ ഒരു മെയിൻ സാധനം. അല്ലാതെ സിനിമയിൽ കോടിക്കണക്കിന് രൂപ സാലറി ആയിട്ട് മേടിക്കുന്ന ഒരാൾ പടം ചുമ്മാ പൊട്ടിയാലും അയാൾക്ക് കിട്ടും. ലൈഫിൽ പൈസ എന്ന് പറയുന്ന ഫാക്ടറിനോട് വിജയ്ക്ക്, ഇതാണ് ആളുകളെ വിജയും പറഞ്ഞു കൊടുത്തത് തോന്നുന്നു എനിക്ക്. ഈ ഓരോ സമയത്തും ഇയാൾ നടത്തിയ ഇയാളുടെ സ്പീച്ചിൽ ഇവിടെ ആളുകളും ചിന്തിച്ചു, ഞങ്ങൾ വിജയ്ക്ക് വോട്ട് ഇട്ടാലും വലിയ സീനൊന്നുമില്ല. കാരണം വിജയ് ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ച് അത്യാവശ്യം സെറ്റിൽഡാണ്, അതൊക്കെ ഒരു വിഷയമുള്ള കേസല്ല. അപ്പോൾ നേരത്തെ നമ്മൾ ആ പഴയ വീഡിയോ കണ്ട പോലെ നാട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ദാറ്റ്സ് ദ തിങ്. അത് അയാൾ കൺവിൻസിംഗ്ലി ആളുകളെ പറഞ്ഞ് കൃത്യമായി അവരെ തലയ്ക്ക് വെച്ച് കൊടുത്ത്. ഞാൻ സിനിമയിൽ വളരെ സേഫ് സോണിലിരിക്കുന്ന ഒരാളാണ്, എനിക്കിവിടെ ഇഷ്ടംപോലെ കാശുണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ ലൈഫ് എനിക്ക് അടിപൊളിയാക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നാൽ ഞാൻ കാശിന് വേണ്ടി നിങ്ങളെ പിഴിയില്ല, കട്ടുമുടിക്കില്ല. മനസ്സിലായോ? പിന്നെ ഞാൻ എൻ്റെ പ്രൈമിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഇറങ്ങി വന്നത്. എനിക്ക് വന്നതിന് മുന്നേ ക്യാപ്റ്റൻ വിജയകാന്ത് മാത്രമേ സക്സസ്ഫുൾ ആയിട്ടുള്ളൂ തോന്നുന്നു. ആഫ്റ്റർ MGR, ജയലളിത, ആ ഒരു സ്കീമിന് ശേഷം എനിക്ക് തോന്നുന്നു വലിയ ആൾക്കാരങ്ങനെ രജനീകാന്ത്, കമലഹാസനെ കുറേ ക്ലച്ച് പിടിക്കാതെ പോയ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ വിജയ്, അപ്പോൾ ഈ വിജയിൻ്റെ സ്കീം ഇതാണ്. ഇയാൾ ആളുകളെ മാസ്റ്റർ ബ്രെയിൻ അടിച്ച് കൺവിൻസ് ചെയ്യുന്നത് ഇതാണ്. അതൊക്കെ കാശിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാർ പഴിക്കുന്നത് എവിടെ? അടിച്ചു മാറ്റി, അഴിമതി അടിച്ചു മാറ്റി. വിജയ്ക്ക് എല്ലാം ഉണ്ട്, ഇയാൾക്ക് എന്തിനും അഴിമതി കാണിക്കണം, സ്വന്തം പേരെ കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ല, ബാങ്ക് ബാലൻസ് കൂട്ടേണ്ട ഒരു ആവശ്യം അയക്കില്ല. അയാൾ അത് കൺവിൻസ്ഡ് ആക്കിയ നാട്ടുകാരെ. അതൊരു വല്ലാത്ത മൂവാണ്. நான் முன்னாடியே சொன்ன மாதிரி அது செய்வேன் இது செய்வேன்னு பொய்யான வாக்குறுதிகள்லாம் கொடுத்து உங்களை நான் ஏமாத்த மாட்டேன். எது சாத்தியமோ அது மட்டும்தான் நான் செய்வேன். இம்மிடியட்டா உங்க மனசுல ஒரு கேள்வி ஒண்ணு வரலாம், அப்ப சாத்தியம் இல்லாததை செய்ய மாட்டாங்களா, செய்ய முடியாதா அப்படின்ற ஒரு கேள்வி ஒண்ணு வரலாம். இத்தனை கோடி மக்கள் என் கூட இருக்கும் போது எது வந்தாலும் பாத்துக்கலாம், என்ன வந்தாலும் பாத்துக்கலாம் அப்படின்ற அந்த கான்பிடன்ஸ் என் மனசுல இருக்கு. இன்னைக்கு நம்ம தமிழ்நாடு கவர்மெண்ட் இருக்கிற அந்த நிலைமையை பத்தி நான் உங்ககிட்ட நான் சொல்லணும். கிட்டத்தட்ட 10 லட்சம் கோடிக்கு மேல கடன் வாங்கி வச்சுட்டு போயிருக்கிற இன்னைக்கு அந்த தமிழ்நாடு அரசு இருக்கிறப்போ, கஜானாவை சுத்தமா தொடச்சி வலிச்சு வச்சுட்டு போயிருக்கிறப்போ, தூக்க முடியாத சுமையை ஏத்தி வச்சுட்டு போயிருக்கிறப்போ, சோ அப்படிப்பட்ட ஒரு நிலைமையில தான் இந்த பொறுப்பை நம்ம கையில எடுத்திருக்கிறோம். உடனே நீங்க நினைக்கலாம், என்னடா இவர் ஏதோ பொறி வச்சு பேசுறாரா அப்படின்ட்டு. அப்படிலாம் எதுவுமே கிடையாது. உள்ள போய் பார்த்தாதான் தெரியும் எது எந்த நிலைமையில இருக்குன்னு, என்ன இருக்கு என்ன இல்ல, எது எந்த நிலைமையில இருக்கு எது எந்த நிலைமையில இல்ல. சோ அதையெல்லாம் பார்த்துட்டு உங்களுக்கு ஒரு வெள்ளை அறிக்கையா அதை வெளியிடணும்னு நான் நினைக்கிறேன். ஒரு டிரான்ஸ்பரண்டான ஒரு கவர்மெண்டா, அதாவது இன்னைக்கு நம்ம தமிழ்நாடு கவர்மெண்ட் இந்த நிலைமையில தான் இருக்கு அப்படின்றத உங்ககிட்ட சொல்லிட்டு ஐ ஜஸ்ட் வாண்ட் டு டேக் இட் ஃபார்வர்ட் ஃப்ரம் தேர். அதைத்தான் நான் முதல்ல செய்யணும்னு நினைக்கிறேன்.
தமிழ்நாடை பொறுத்த வரைக்கும் இப்போ யாரையாவது போய் ஏதாவது சந்திக்கணும் அப்படின்னா இந்த மூஞ்ச மூடிக்கிட்டு போய் சந்திக்கிறதோ, என்ன இந்த மறைமுகமா உங்களுக்கு தெரியாம போய் சந்திக்கிறதோ அப்படிலாம் நான் செய்ய மாட்டேன். எதுவா இருந்தாலும் வெளிப்படையாக ஒளிவு மறைவு இல்லாம தான் நான் செய்வேன். இவ்வளவு பெரிய ஒரு பொறுப்பை என் கையில கொடுத்துருக்கிறீங்க. അതേ നേരത്തിൽ എനിക്ക് கொஞ்சம் അവകാശവും നിങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് பண்ணி കേട്ടുக்கிறேன். ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്കീം. അതായത് അഴിമതി ഇല്ലാതെ എന്നെ കൊണ്ട് ഭരിക്കാൻ പറ്റും. ബിക്കോസ് എനിക്ക് പ്രത്യേകിച്ച് ഇനിയൊന്നും വേണ്ട. ഞാൻ നാട്ടുകാരെ സെർവ് ചെയ്യാൻ വന്നതാണ്. ഞാൻ നാട്ടുകാരെ ഭരിക്കാൻ ഭരണത്തിൽ കയറിയതല്ല, നിങ്ങളെ സെർവ് ചെയ്യാൻ വേണ്ടി ഭരണത്തിൽ കയറിയതാണ്. അത് ഭയങ്കര ഈസി ആയിട്ട് വിജയ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പ്ലസ് ഇപ്പോൾ ഭരിച്ച് പുറത്തിറങ്ങിയ സ്റ്റാലിൻ ഗവൺമെൻറ് മുച്ചൂടും മുടിച്ച് ഖജനാവും കാലിയാക്കി ലക്ഷം കോടിക്കണക്കിന് രൂപ കടം വരുത്തി വെച്ച് ഇനിയൊന്ന് തമിഴ്നാട് ടോപ്പ് ഓഫ് ദ ലിസ്റ്റിലാണ് തോന്നുന്നു. കേരളത്തിനെങ്ങാണ്ട് 4 ലക്ഷത്തി സംതിങ് കോടിയാണ് കടമുള്ളത്. ഇവർക്ക് 10 ലക്ഷത്തി സംതിങ് കോടി രൂപ കടമുണ്ട് തമിഴ്നാടിന് വായ്പയൊക്കെ എടുത്തിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റിനെ എൻ്റെ തലയിൽ വെച്ചു എന്നാണ് മൂപ്പർ പറയുന്നത്. അപ്പോൾ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളെല്ലാവരും അറിയിച്ചിട്ടേ മുന്നോട്ട് കൊണ്ടുപോകും. പൊളിറ്റിക്സിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പാടാണ്. ട്രാൻസ്പെയർ ആവും പൊളിറ്റിക്സ്, പാടായിട്ടേ തോന്നും. ഇപ്പോൾ വിജയ്ക്കും ആണെങ്കിലും വിജയുടെ മുന്നോട്ടുള്ള ജേണിയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി വരാൻ പോകുന്നത് ഈ ഒരു സ്കീമിലായിരിക്കും. ഇപ്പോൾ വിജയിൻ്റെ ഒപ്പമുള്ള MLA മാർ, ഇപ്പോൾ മിനിസ്റ്റർ ആവാൻ പോകുന്നവരൊക്കെ ഫൈൻ, വിജയ് അത്രയും സെലക്റ്റീവായിട്ട് എടുക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അവർക്ക് താഴെയുള്ള ആളുകൾ, പാർട്ടിയിലുള്ള ആളുകൾ, പാർട്ടി സ്ട്രക്ചറിൽ തന്നെ ഒരു വിള്ളൽ വരും അവിടെ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആർത്തി മൂത്ത ആളുകളാണ്, ഗ്രീഡിയാണ്, ഭയങ്കര ആർത്തി ഭയങ്കരമാണ്. നമുക്കൊന്നും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ലൈഫിൽ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ എന്തിനോടെങ്കിലുമൊക്കെ ആർത്തി മൂക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സെൻ മൂഡിലിരിക്കുന്ന ധ്യാനം ചെയ്യുന്ന ഒരു യോഗിയാണെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ. മനുഷ്യനാണ്, ആർത്തിയും അങ്ങനത്തെ പല ഇമോഷൻസും ഉണ്ടാവും. അപ്പോൾ ഇവർ ഇനിയാണ് നോക്കേണ്ടത്. ടി വി കെയിൽ ഈ കാശ് പ്ലസ് പൊളിറ്റിക്സ് പ്ലസ് മണി മസിൽ പവർ പ്ലസ് പൊളിറ്റിക്കൽ പവർ വരുമ്പോൾ ഒപ്പമുള്ളവരുടെ ഷെയ്ഡ്, നിറം മാറുമോ? നിറം മാറിത്തുടങ്ങിയാൽ അവർ വിജയ് പറഞ്ഞാൽ കേൾക്കുമോ? വിജയ് അവർക്കെതിരെ ആക്ഷൻ എടുക്കുമോ എന്നുള്ളതൊക്കെയാവും ഈ അഴിമതിയുടെ ഒരു അളവുകോൽ എന്നുള്ള സാധനം നമുക്ക് അളക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ട്രാൻസ്പെയർ ആയിട്ടൊരു പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അതിപ്പോൾ ട്രാൻസ്പെറൻസി വേണ്ടത് ഇപ്പോൾ വിജയ് പറഞ്ഞു മുഖം മൂടി ഇട്ട് അല്ലെങ്കിൽ ഒളിച്ചും പുറത്തും ആരെങ്കിലും കാണാൻ പോകുന്നു, അങ്ങനത്തെ കാര്യത്തിലല്ല വേണ്ടത്. ഇവിടെ അഴിമതി സംഭവിക്കുന്നത് അവിടെ ബോട്ടം ലെവൽ. എനിക്ക് തോന്നുന്നില്ല ഒരു രാഷ്ട്രീയം എന്നുള്ളൊരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം എടുത്ത് വെച്ചിട്ട് ഇവിടുത്തെ അഴിമതി ഇല്ലാതാക്കാൻ പറ്റും. അഴിമതി സംഭവിക്കുന്നത് ഗവൺമെൻറ് ലെവലിലുള്ള ഉദ്യോഗസ്ഥരുടെ ഇടയിൽ. അവരാണ് ഈ സാധനം അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ഈ സ്കീമിൻ്റെ ആൾക്കാർ. മാറി ഭരിക്കുന്ന ഗവൺമെൻറ്റും അതിലെ രാഷ്ട്രീയക്കാരും ഇവർ സ്ക്രൂ കൊടുത്ത് വിടുന്ന ഇവരുടെ പപ്പറ്റ. ശരിക്കും നമ്മളെന്താ തിങ്ക് ചെയ്യുക? ഏതെങ്കിലും ഒരു മിനിസ്റ്റർ, അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന കുറേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥ ലോബിക്ക് നിന്നു കൊടുക്കുന്ന മുന്നിലെ വെറും പാവ മാത്രമായിരിക്കും ഒരു മിനിസ്റ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. കാരണം വന്ന് വെട്ടുപോയി. ഇവർ മിനിസ്റ്റർ പറഞ്ഞാൽ കേൾക്കേണ്ട ആവശ്യമായിരിക്കില്ല. എത്ര പേരെ സ്ഥലം മാറ്റും, എവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഒരു ഒന്നിച്ച് കെട്ടായിട്ട് ലോബിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനത്തെ എത്രയോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എത്രയോ ഗവൺമെൻറ് ഇങ്ങനത്തെ ലോബികളുണ്ട്, ആളുകളുണ്ട്. അവർ മുക്കും കക്കും നക്കും ഒക്കെ ചെയ്യും. പിന്നെ ഭരിക്കാൻ വന്ന മിനിസ്റ്റർ എന്ത് ചെയ്യാനാ? കണ്ണു അടച്ച് ഒപ്പം നിൽക്കല അറിഞ്ഞ് കാണിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയും. സോ ആദ്യം മാറ്റം കൊണ്ടുവരേണ്ടത് അവിടെ. ഈ അടിത്തട്ടിൽ നടക്കുന്ന, അത് നമ്മുടെ നാട്ടിലാണെങ്കിലുണ്ടോ, തമിഴ്നാട്ടിലൊന്നുമല്ല, കേരളത്തിലാണെങ്കിലും അങ്ങനെ തന്നെയുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ കർശനമായ നിയമങ്ങൾ കൊണ്ടുവരണം. അവിടുന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ നിന്ന് ട്രാൻസ്പെറൻസി തുടങ്ങണം. അവിടുന്ന് കാര്യങ്ങൾ സുതാര്യമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റണം. അവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയ പാർട്ടി ജയിക്കുന്നത്. അവിടെയാണ് ജനങ്ങൾക്ക് പെട്ടെന്ന് കണക്റ്റ് ആവാൻ പറ്റുക. അൺഫോർച്യുനേറ്റ്ലി അത് സംഭവിക്കാൻ പോണില്ല. அது மாதிரி இந்த அடிப்படை விஷயங்கள், கல்வி, ரேஷன், மருத்துவம், குடிநீர், சாலை வசதி, பஸ் வசதி, இந்த மாதிரி விஷயங்கள்ல தான் என்னுடைய முதல் கவனம் செலுத்தணும்னு எனக்கு தோணுது. நான் முன்னாடியே சொன்ன மாதிரி மக்கள் பணத்துல இருந்து ஒரு பைசா கூட நான் தொட மாட்டேன். எனக்கு அது அவசியமும் இல்லை. அது உங்களுக்கு நல்லாவே தெரியும்.
இந்த விஜய் தப்பு பண்ண மாட்டான், தப்பு பண்ணவும் விட மாட்டான். அது யாராக இருந்தாலும் சரி, என்னோட கவர்மெண்ட்ல என் கூடவே இருக்கிறவங்களாகவும் சரி விட மாட்டான். சப்போஸ் யாருக்காவது அப்படி ஒரு எண்ணம் மனசுல இருந்துச்சுன்னா, நம்ம ஜெயிச்சுட்டோம், ஒரு ஆட்டம் ஆடி பார்க்கலாம் அப்படின்ற எண்ணம் யாருக்காவது இருந்துச்சுன்னா இப்பவே இந்த நிமிஷமே அதை எரேஸ் பண்ணிருங்க. இங்க ஒரே சென்டர் தான், என் தலைமையில் உண்டான சென்டர். இந்த பக்கம் ஒரு சென்டர், இந்த பக்கம் ஒரு பவர் சென்டர், அங்க ஒரு பவர் சென்டர், அதெல்லாம் கிடையவே கிடையாது. இப்பவே சொல்லிடுறேன். பெண்கள், இளைஞர்கள், விவசாயிகள், அரசு ஊழியர்கள், ஆசிரியர்கள், உழைக்கிற மக்கள், மீனவர்கள் எல்லாருமே நம்ம டிவிக்கு அரசுல நல்லா இருப்போம், நல்லா இருப்போம், நல்லா இருப்போம். ഈ പവർ സെൻറ്ററിനെ കുറിച്ച് വിജയ് പറഞ്ഞപ്പോൾ ശരിക്കും ഒപ്പം ഇരുന്ന് രാഹുൽ ഗാന്ധിനെ മുഖം ഒന്ന് സൂം ചെയ്ത് കാണിക്കേണ്ടിയിരുന്നു. ഇപ്പോൾ സീക്രട്ടായിട്ടൊരു ഏജൻസി, ഒരു ഏജൻറ്റിനെ പറഞ്ഞയച്ചിരിക്കുക കേരളത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത്. AICC സീക്രട്ടായിട്ട് ഒരാളെ, ഞാൻ സീക്രട്ടായിട്ട് ഒരുത്തിട്ട് ഇന്നെ പോലെ എനിക്ക് വേറൊരാളെ വേണോ? രഹസ്യ നിരീക്ഷണത്തിന് കേരളത്തിലേക്ക് സീക്രട്ടായിട്ട് കുറച്ച് ആൾക്കാരെ പറഞ്ഞയച്ചു AICC എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്ന് രാഹുൽ ഗാന്ധി, മലയാളത്തിലാണ് പറയുന്നത്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും പറയാൻ അറിയാനായിട്ടല്ല, വയ്യ. ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് വെട്ടിയിട്ട് ഈ ചങ്ങാനെ ടാഗ് ചെയ്ത് അയച്ചു കൊടുക്കുക. പൊന്ന് രാഹുൽ ഗാന്ധി, എന്ത് നിങ്ങൾക്ക് തമിഴ്നാട് പോകാൻ സമയമുണ്ടായി, അവിടെ ചെന്ന് അവിടെ മൈ ബ്രദർ, ലിറ്റിൽ ബ്രദർ, കുറച്ചു കാലം മുന്നേ സ്റ്റാലിൻ എൽഡർ ബ്രദറായിരുന്നു. ശരി, ഇപ്പോൾ വർഗീയതയുടെ രാഷ്ട്രീയം കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പ കണ്ടാൻ അപ്പ വിളിക്കുന്ന പരിപാടി ഞങ്ങൾ കാണിക്കുന്നത് പറഞ്ഞു ചെയ്തുകൊണ്ട് ഓക്കെ, സമ്മതിച്ച് ചെയ്യാനത്. പക്ഷെ അതല്ല, തമിഴ്നാട് പോകാൻ പറ്റി, അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റി, എല്ലാം അതൊക്കെ ചെയ്യാൻ പറ്റുന്ന രാഹുൽ ഗാന്ധിയും ടീമിനും ഈ ഹൈക്കമാൻഡ്, മറ്റേ കമാൻഡ്, മറിച്ചേ കമാൻഡ് എന്ന് പറയുന്നവർക്ക് ശരിയാണ്. 23-ാം തീയതി ഇയാൾ പിണറായി വിജയൻ രാജിവെച്ച് പോയോണ്ടാ, അല്ലെങ്കിൽ 23-ാം തീയതി വരെ എന്തുണ്ട്, സ്റ്റിൽ അയാളുടെ മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ട്, അതിനിടയിലൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അടുത്തൊരു മുഖ്യമന്ത്രി, അടുത്തൊരു ക്യാബിനറ്റ്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത്, ഒരു തരത്തിലും ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് അതിന് ഐക്യം കാണിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ സെൻട്രലുള്ള ഹൈക്കമാൻഡിന് വരെ ഒരു തരത്തിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മുകളിൽ ഒരു പവർ അല്ലെങ്കിൽ ഒരു തരം ഇൻഫ്ലുവൻസ് ഇടാൻ പറ്റുന്നില്ല. രമേശ് കഴിഞ്ഞാൽ മറ്റേ വീട് കഴിഞ്ഞാൽ KC, ഇതിങ്ങനെ ഈ ലൂപ്പ് കടന്ന് കളിച്ചുകൊണ്ടിരിക്കുക. വോട്ട് ചെയ്ത് ഞങ്ങൾ ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. സീരിയസ്ലി. എടാ, ഇവിടെ ഈ 2 വർഷം എന്നാണ് വിജയുടെ പാർട്ടീനെ പറയുന്നത്. 2 വർഷമായ വിജയുടെ പാർട്ടിക്ക് വരെ കൃത്യമായിട്ട് അറിയാം അവർ ജയിച്ചു വന്ന മുഖ്യമന്ത്രി, അത് കഴിഞ്ഞ ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ആരൊക്കെയാണ് മിനിസ്റ്റേഴ്സ് എന്നുള്ളതൊക്കെ അവർക്ക് വളരെ ക്ലിയർ കട്ടായിട്ട് ധാരണയുണ്ട്. വർഷങ്ങളായിട്ട് ഇന്ത്യയിലുള്ള പാർട്ടി, ഇന്ത്യ തന്നെ ഉണ്ടാകുമ്പോഴുള്ള പാർട്ടി, ആ പാർട്ടിക്ക് ഇപ്പോഴും ഒരു സ്റ്റേറ്റിൽ ഒരു എലക്ഷൻ വരുമ്പോൾ ആ എലക്ഷൻ നേരിട്ട് ജയിക്കുന്നുള്ള കാര്യം ഉറപ്പുള്ളപ്പോൾ ഭരണവിരുദ്ധമായിട്ടുള്ളൊരു തരം തരംഗമുണ്ട് ഇവിടെ എന്നുള്ളത് അറിയുമ്പോൾ ആദ്യം കൂട്ടി തന്നെ ഒരു മുഖ്യമന്ത്രി ആരാന്നുള്ളത് നിങ്ങൾക്ക് എടുത്തു വയ്ക്കാനും കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ ജനവികാരം ഇപ്പോൾ VD സതീശൻ്റെ ഒപ്പാ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ സമയം വേണം. ഇപ്പോഴും നാട്ടുകാർ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ, ഇന്ദിരാവിൻ്റെ മുകളിലേക്ക് നോക്കിയിരിക്കണം, കർപ്പൂരം കൊന്തോ വെള്ളപ്പൊക്കം കൊന്തോ നോക്കിയിട്ട്. അല്ല, ഈ പവർ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് വിജയ് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഇനി സത്യത്തിൽ രാഹുൽ ഗാന്ധിൻ്റെ മുഖം എടുത്ത് കാണിച്ചാൽ എന്തായിരുന്നു റിയാക്ഷൻ എന്ന് അറിയാനൊരു താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെന്ത് പറയാൻ, കഷ്ടം തന്നെ. കാരണം കേരളത്തിൽ വരാനോ കേരളത്തിലെ കാര്യത്തിനൊന്നും വലിയ ഇതൊന്നും കാണുന്നില്ല, ഒരു തരത്തിലുള്ള താല്പര്യവും കാണുന്നില്ല. തമിഴ്നാട്ടിലൊരു വിജയനെ കിട്ടിയപ്പോൾ അങ്ങനെയാണ് കൂടി. നൈസ്. എന്താണെങ്കിലും വിജയ് അടിപൊളിയാണ്. വിജയിൻ്റെ പരിപാടികൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. തമിഴർക്ക് വിജയ് ഒരു നല്ല CM ആയിട്ടിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ എന്താണെങ്കിലും കിട്ടുന്നുണ്ട്. ഇനി ആകെ സ്കീമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാലിനെ എഴുതിത്തള്ളാൻ പറ്റില്ല. സ്റ്റാലിൻ ചിലപ്പോൾ പുറത്തിരുന്നും പണിയും ഇൻ ദ സെൻസ്, ഒപ്പം ഇപ്പോൾ കൂട്ടിയ MLA-മാരെ പിടിച്ചിറക്കാനുള്ളൊരു ശ്രമം മേ ബി നടക്കുമായിരിക്കണം. ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ സെൻട്രൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, പല പ്രൊജക്റ്റുകളും ഓണാക്കിയാലും ഓൾറെഡി കടത്തിലുള്ളൊരു സ്റ്റേറ്റ്, ഇനിയും കടത്തിന് മുകളിൽ കടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, പല പ്രൊജക്റ്റുകൾ നിന്ന് പോകുമ്പോൾ, ഖജനാവിലേക്ക് കാശ് വരാതെ ആകുമ്പോൾ, എന്താണെങ്കിലും സെൻട്രലിലെ സഹായം ഇല്ലാതെ സ്റ്റേറ്റുകൾക്ക് എക്സിസ്റ്റൻസും സർവൈവലും ഇല്ല. അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ അവർക്ക് പല കാര്യങ്ങളും ചെയ്തു വെക്കാം.
അതൊക്കെ എങ്ങനെ വിജയ് ടാക്കിൾ ചെയ്യും, എങ്ങനെ അത് മുന്നോട്ട് ഇനി അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. കാരണം ഇത് ടാക്കിൾ ചെയ്തില്ല, മാനേജ് ചെയ്തില്ല. ഓക്കെ, ഇപ്പോൾ ഒരു ദുരന്തം നടക്കാതിരിക്കട്ടെ, ഇഫ് സപ്പോസ് ഒരു ദുരന്തം നടന്നു, കാരണം ചെന്നൈയൊക്കെ ഫ്ലഡ് സംഭവിക്കാൻ പറ്റുന്ന ഏരിയാസാണ്. പെട്ടെന്ന് തന്നെ ഒരു ഫ്ലഡ് സംഭവിച്ചു, കേന്ദ്ര സഹായങ്ങൾ വന്നില്ല, ഡിലേ ആയി, ഓൾറെഡി പൂച്ച വെറ്റി കിടക്കുന്ന ഖജനാവ് എന്ന് പറയുന്നുണ്ട് വിജയ്. ഫണ്ടില്ലാത്തൊരവസ്ഥ വരുന്നു. ബ്ലെയിം ഗോസ് ടു ഹൂം? നേരെ മിനിസ്റ്റർ തലയിൽ, ചീഫ് മിനിസ്റ്റർ തലയിലായിരിക്കും, ടി വിക്ക് തന്നെ തലയിലായിരിക്കും. ഓപ്പോസിറ്റ് ഇതൊന്നും ഉണ്ടായിരിക്കുന്നില്ല. അവർ ഇളകും. അവർക്ക് അറിയും അവർ ഭരിക്കുന്ന സമയത്തും സെൻട്രൽ ഗവൺമെൻറ് ഒരു പുല്ലും ചെയ്തിട്ടില്ല, ഒരു പുണ്ണാക്കും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാലും, ചെയ്യാൻ പോണില്ല എന്ന് പറഞ്ഞാലും, ചുമ്മാ ഇരിക്കുന്ന വിജയിനെയും വിജയിൻ്റെ ടീമിനെയും ചൊറിയാൻ അവരുണ്ടാകും. അതൊക്കെ എങ്ങനെ വിജയ് നേരിടും? സ്വന്തം പോക്കറ്റ് കാലിയാക്കുന്ന പരിപാടി കാണിക്കുമോ? വേറെ എവിടെയെങ്കിലും ഫണ്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്റ്റേറ്റിനകത്ത് തന്നെ സ്റ്റേറ്റിൻ്റെ റവന്യൂ കൂട്ടുമോ? അത് കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ ഒപ്പം നിൽക്കുന്നവർ കുത്തുന്നതാണ്. ഇത് സെൻട്രലിൽ നിന്ന് വരുന്ന കുത്തോ പുറത്തുള്ള ശത്രു കുത്തുന്നതൊന്നും ആവില്ല. ഇന്നിപ്പോൾ സ്റ്റാലിനെ കണ്ട് കെട്ടിപ്പിടിച്ച്, ഉദയനിധിനെ കണ്ട് കെട്ടിപ്പിടിച്ച് അതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. പക്ഷെ സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് വരാൻ പോകുന്ന കുത്തുകൾ, ഒപ്പമുള്ള ആളുകൾ നാളെ മണി പവർ, മസിൽ പവർ, പൊളിറ്റിക്കൽ പവറിന് കുനിഞ്ഞു നിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വരുന്ന കുത്തുകളൊക്കെ ആയിരിക്കും വിജയ്ക്കിട്ട് വരാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്.